ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണതിന് ശേഷമാണോ ആരോഗ്യരംഗത്തെക്കുറിച്ച് ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയത്? ഞങ്ങളിത് കഴിഞ്ഞ കുറെ നാളുകളായി കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഇവർ ഈ വേഷം കെട്ട്. കോവിഡ് കാലത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വിതരണം നടത്തിയാണ് സർക്കാർ ആശുപത്രിയിൽ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന്, കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ കൊള്ളക്കാരാണ് ഇവര്. എന്നിട്ട് 27,000 പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഇവർ ഒളിപ്പിച്ചു വെച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ലോകത്ത് ഏറ്റവും നന്നായി കോവിഡിനെ നിയന്ത്രിച്ച സംസ്ഥാനം കേരളമാണ് എന്ന് PR പ്രൊപ്പഗാൻഡ നടത്തിയ ആളുകൾ ഇപ്പൊ അതേ പ്രൊപ്പഗാൻഡ തന്നെയാണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല. 1,100 കോടി രൂപ ഇപ്പൊ കൊടുക്കാനുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്. മെഡിക്കൽ സപ്ലൈസ് നിർത്തിവച്ചിരിക്കുകയാണ് പല കമ്പനികളും. അതിന് ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണ്ടേ? ഞങ്ങൾ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഡോക്ടർ ഹാരിസ് വന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ ആരോപണത്തിന് അടിവരയിട്ടു. ഇത് അനാസ്ഥ, കെടുകാര്യസ്ഥത കോട്ടയത്ത് നടന്നത് എന്തായിരുന്നു? എന്നിട്ട് എന്തെല്ലാം ന്യായീകരണങ്ങളായിരുന്നു. എന്നിട്ട് മന്ത്രിമാര് ഡോക്ടർ ഹാരിസിനെ ഭീഷണിപ്പെടുത്തുക, അതില്ല നടന്നത്. ആദ്യം ഒന്ന് സോപ്പിട്ടു, പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വരട്ടുകയാണ് ഇതുപോലൊരു കാര്യം തുറന്നു പറഞ്ഞത്. ഈ ആരോഗ്യ രംഗത്ത് നടക്കുന്ന ഈ കൊള്ളയെ കുറിച്ച് ഒരുപാട് അഴിമതിയുണ്ട്. ഞങ്ങളതെല്ലാം പുറത്തു കൊണ്ടുവരും. കെടുകാര്യസ്ഥതയുണ്ട്. വെറും PR മാനേജ്മെന്റ് മാത്രമാണ്, PR ഏജൻസിയെ വെച്ച് നടത്തുന്ന പ്രചരണം മാത്രമാണ് കുറെ നാളായി ആരോഗ്യരംഗത്ത് നടക്കുന്നത്. അത് പറയുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അല്ലല്ല, അസഹിഷ്ണുത എന്ത് വാക്കാണ് അങ്ങ് ഉപയോഗിക്കുന്നത്? ആർക്ക് അസഹിഷ്ണുത? അവർക്ക് അസഹിഷ്ണുത അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതെല്ലാം പുറത്തു വരുവാണ് ഓരോ ദിവസം. ഞാൻ നിയമസഭയുടെ റെക്കോർഡ് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞാണ്. ഇപ്പൊ പുതിയതായിട്ട് പറയുന്നതല്ല. നിയമസഭയ്ക്ക് അകത്തു പറഞ്ഞു, പുറത്തു പറഞ്ഞു. ഞങ്ങൾ സമരങ്ങൾ ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്ഥിതി എന്താ? തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സ്ഥിതി എന്താ? കുളങ്ങുന്നത് കാവിലെ സ്ഥിതി എന്താ? നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരല്ലേ. അവിടെയൊക്കെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവാണ്. മരുന്നില്ല. ആശുപത്രിയിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ കത്രിക മേടിക്കണം, സർജിക്കൽ എക്യുപ്മെന്റ് മേടിക്കണം, നൂല് മേടിക്കണം, പഞ്ഞി മേടിക്കണം. പഞ്ഞിയില്ല പല ആശുപത്രിയിലും. പാരസെറ്റമോൾ ഇല്ലായിരുന്നു കുറെ ആശുപത്രിയിൽ. ഇപ്പോഴല്ല, കുറച്ചു നാൾ മുമ്പ്. പല വാക്സിനും ഇല്ലായിരുന്നു. ഒരു കമ്പനിയും സപ്ലൈ ചെയ്യുന്നില്ല. കാരണം കോടിക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കാനുണ്ട്. അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം 934 കോടി രൂപ വേണമായിരുന്നു. ആദ്യം 356 കൊടുത്തു, പിന്നെ 150 കൊടുത്തു. ബാക്കി കൊടുക്കാനുള്ളത് 424. ഇനി കൊടുക്കാനുള്ളത് ഈ വർഷം ആകെ ആവശ്യം 1015 കോടി. ആകെ അലോക്കേഷൻ 356 കോടി. ഈ 2 വർഷം കൂടി കൊടുക്കാനുള്ളത് 1100 കോടിയാ. ഈ പാവപ്പെട്ടവന് കൊടുക്കേണ്ട സപ്ലൈ ചെയ്യേണ്ട മരുന്നാണ്, കൊടുക്കുന്നില്ല. മരുന്ന് സപ്ലൈ ഇല്ല. എന്നിട്ട് 2010 എത്രയായിരുന്നു പേഷ്യൻസ്? അന്ന് 25 കൊല്ലത്തെ പേഷ്യൻസിന്റെ കണക്കെടുക്കുന്നേ. ഇത് തന്നെയാണ് ഈ പ്രചരണം. മുഖ്യമന്ത്രിയുടെ സംഭവത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ട സാഹചര്യമില്ല ആരോഗ്യമന്ത്രി എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. ഗോവിന്ദൻ മാഷ് അല്ലാതെ ഇത് സംരക്ഷണം അല്ലാതെ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനല്ലാതെ വേറെ വല്ലതും ഉണ്ട്? അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാവരുടെയും മുമ്പിൽ ആരോഗ്യവകുപ്പ്, ഞാൻ പറയാം, ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ്. ആരോഗ്യമന്ത്രി കുറ്റവാളിയായി നിൽക്കുകയാണ്. എന്നിട്ട് ഇതിനെല്ലാം വില കുറഞ്ഞ രീതിയിൽ ന്യായീകരിക്കുകയാണ്. അവർ ചെയ്യുന്നത് തെറ്റാണ്. നിരന്തരമായ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാരോട് ചോദിച്ചു അവർ നിങ്ങളോട് സത്യം പറഞ്ഞു തരും എന്താണെന്ന്. ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാർ ഇവർ വിളിച്ചു കൂട്ടുന്ന മീറ്റിങ്ങിന് പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ വിളിച്ചു എന്താണ് അഭിപ്രായം എന്ന്. അത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവരെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനം പാർട്ടിയിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഉറപ്പായിട്ട് രാജിവെക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ്. രാജിവെക്കണം. അദ്ദേഹം ചെക്കപ്പിന് വേണ്ടി പോയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. സംസ്ഥാനം വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് കാലവർഷക്കെടുതിയും ആരോഗ്യ മേഖലയാക്കിയിട്ട്. അദ്ദേഹം ഇപ്പൊ ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ചികിത്സയ്ക്ക് പോയില്ലല്ലോ. ചികിത്സയ്ക്ക് പോയതിന് ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ചികിത്സയ്ക്ക് പോകണം. അദ്ദേഹം അസുഖം ഭേദമായി എല്ലാ അസുഖങ്ങളും മാറി തിരിച്ചു വരണം എന്ന് തന്നെയാണ്. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു.
പോയി തിരിച്ചു വരട്ടെ എന്ന് പറയും. അതിനകത്തൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. ചികിത്സിക്കാൻ ഒരാൾക്ക് അസുഖം വന്നാൽ അത് ചികിത്സിക്കാൻ പോകുന്നതിന് ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. അതിനകത്തുള്ളൊരു വിഷയം പകരം ഒരാൾക്ക് ചുമതല കൊടുക്കണം. ഇത്ര പ്രതിസന്ധി അത് അവര് തീരുമാനിക്കേണ്ടതല്ല. അവരുടെ ഗവൺമെന്റ്, മുഖ്യമന്ത്രിയും പാർട്ടിയൊക്കെ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനില്ല. ഇനി ഉണ്ടെങ്കിൽ എന്താ കാര്യം? ഇവിടെ സർക്കാരില്ലായ്മയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു? ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച എന്താ? സർക്കാരില്ലായ്മ. എവിടെയാണ് സർക്കാരിന്റെ ആവശ്യം വേണ്ടത്?